പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും സമയമില്ല, ഒട്ടും വയ്യാൻ തോന്നുന്ന ദിവസങ്ങളിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പായിട്ട് ഇഷ്ടമാവും. കാരണം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, 5 മിനിറ്റിനുള്ളിലാണ് ഉണ്ടാക്കുക. അതേപോലെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ നമുക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടാം കേട്ടോ. ഞാനിവിടെ വലിയ സ്പൂണിൽ 4 സ്പൂണാണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയുകയും ചെയ്യും, പിന്നെ ഹെൽത്തി ആണല്ലോ. ഇതാകുമ്പോൾ ഹസ്ബൻഡും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല ഉണ്ടാക്കാനായിട്ടും എളുപ്പമാണ്. അതുമാത്രമല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ എനിക്കും മനസ്സമ്മതമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ടിഫിനിൽ വെച്ച് കൊടുത്താൽ കഴിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഹസ്ബൻഡ് ആയാലും കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ, ഒരുപാട് ഇരട്ടിപ്പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിത് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്, വർഷങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഞാനിതിങ്ങനെ ഒരുപാട് കലക്കിയിട്ട് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് മിക്സിയിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഗോതമ്പ് പൊടിയും കോഴിമുട്ടയും ഉപ്പും വെള്ളം കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കലക്കിയെടുക്കുമ്പോൾ അതിലത്തെ കട്ടകളൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകാനായിട്ട് സമയം എടുക്കുമല്ലോ, ഇളക്കി ഇളക്കി നിൽക്കണ്ടേ. അപ്പോൾ ഞാനതൊന്ന് മിക്സിയിൽ ഇങ്ങനെ കറക്കിയെടുത്തിട്ട് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നോർമലി ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഈ ദോശ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെളിച്ചെണ്ണ സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ മറിച്ചിട്ടിട്ടും വെളിച്ചെണ്ണ സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയൊരു റെസിപ്പിയാണ്. ഞാനിതിൻ്റെ മക്കളുടെ ടിഫിൻ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ മക്കൾ കഴിച്ചിട്ട് വരുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടത്. ഇപ്പം ഞാൻ അവർക്ക് എന്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ദോശയും ചട്നിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കറക്റ്റ് കഴിക്കാതെ ചിലപ്പോൾ പകുതിയൊക്കെ കഴിച്ചിട്ട് വരും. ഇത് അവർ ഫുള്ളായിട്ട് കഴിക്കുന്നത് പോലെ മാഷാഅല്ലാഹ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് കൂടുതൽ ഡേയ്സിലും ഇതുപോലുള്ളതാണ് വെച്ച് കൊടുക്കാറ് കേട്ടോ. ഇങ്ങനെ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്തിട്ട് അങ്ങോട്ട് കൂടി തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണയും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കുറച്ച് ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഞാനിങ്ങനെ. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് എഗ്ഗാണ്. അതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ തക്കാളി എടുക്കുന്നുണ്ട്, സബോള എടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യാം, ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളൂ. കാരണം മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസമാണ് ഞാനത് ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി മാത്രവും ഹസ്ബൻഡിനും കഴിക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ 2 കോഴിമുട്ട എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് സബോള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. അതൊരു പകുതിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് കോഴിമുട്ടയുടെ എണ്ണം കൂട്ടാം, ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടാം. പിന്നെ ഞാനിവിടെ പച്ചമുളക് എടുക്കുന്നുണ്ട്. അതൊരു 2 എണ്ണം. ഇതും ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ടൊക്കെ കൂട്ടാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ഈ ഒരു ബാറ്റർ ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതും ഒന്ന് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അതല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഒഴിച്ചാലും മതി കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലിങ്ങനെ നോർമലി കോഴിമുട്ട എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒഴിക്കുക. എന്നിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒപ്പത്തിൽ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേവുന്നേക്കാളും മുന്നേ തന്നെ ഈ ഒരു കോഴിമുട്ട വെന്ത് പോകുന്നേക്കാളും മുന്നേ തന്നെ ഈ ഒരു ഉണ്ടാക്കി വെച്ച ദോശ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ ക്യാപ്സിക്കം ഒന്നും ആഡ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ആഡ് ആക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല വെജിറ്റബിൾസും കിട്ടും, എഗ്ഗും കിട്ടും ഒക്കെ. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ദോശയുടെ മുകൾ ഭാഗത്ത് തന്നെ ആയിട്ട് വരണം കേട്ടോ. അതായത് ബാക്ക് ഭാഗം ആ ഒരു എഗ്ഗിൻ്റെ ഭാഗത്തും മുകൾ ഭാഗത്തായിട്ടും. പിന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കുക. കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കെച്ചപ്പ് ആഡ് ചെയ്യുമ്പോൾ അത് അൺഹെൽത്തി ആണല്ലോ. അപ്പോൾ ഞാൻ ചീസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മറ്റേ എന്താ പറയുക, നമ്മുടെ ചിക്കനോ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല, ചീസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് ഭയങ്കര ഹെൽത്തിയാണ് ഗോതമ്പ്. ഇതിൽ അൺഹെൽത്തി ആയിട്ട് ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. ഇത് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോങ് വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. മക്കൾക്ക് ടിഫിനിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് കഴിച്ച് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നെ പറയുന്നുണ്ട് തോന്നണല്ലേ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്യുമ്പോഴും കറക്റ്റ് കിട്ടും. നമ്മൾ ഈ ഒരു മുട്ടയുടെ മുകളിലോട്ട് ദോശ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ബാക്ക് ഭാഗം തന്നെ മുട്ട കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗത്തേക്ക് തന്നെ വരണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വരണം. പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊരൊറ്റ എണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. നമുക്കാണെങ്കിൽ എളുപ്പമാണല്ലോ, കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എങ്ങനെ ഇഷ്ടമായോ എന്നുള്ളത്. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനും ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഷോർട്സായിട്ട് ഞാൻ ഒരുപാട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.